നമസ്കാരം. ഈ സോഷ്യൽ മീഡിയ എല്ലാം ഇങ്ങനെ കാര്യമായിട്ട് നമ്മൾ പരതുമ്പോൾ ഇന്നത്തെ വലിയൊരു ട്രെൻഡായി നിൽക്കുന്ന ഒരു വിഷയമാണ് ഈ സതീശൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സതീശനിസം എന്നും അങ്ങനെ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സതീശനിസം ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. വോക്സ് തന്നെ പറഞ്ഞു വെച്ച ഒരു ന്യൂസ് ഉണ്ട്, ഒരു സ്റ്റോറി ഉണ്ട് ആഴ്ചകൾക്ക് മുമ്പ്. പിണറായി വിജയൻ ഇങ്ങനെ US ചികിത്സക്കായി പോയപ്പോൾ അതിന് വളരെ മാന്യതയോടെ സമീപിച്ച, ദേശദ്രോഹ പ്രവർത്തനം നടത്തിയ ഒരു യൂട്യൂബർ കേരളത്തിലേക്ക് വന്നു, അതിനെ ഒരിക്കലും റിയാസ് അറിഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തില്ലല്ലോ എന്ന് മുഹമ്മദ് റിയാസിനെ കുറിച്ചും സതീശൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സതീശന്റെ പക്വത ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇങ്ങനെ വിജയിച്ച് സ്റ്റാറായി നിൽക്കുമ്പോൾ ആ ഒരു പക്വതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കൂ, സതീശന്റെ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടി കയറിയിരിക്കുകയല്ലേ വി ഡി സതീശൻ. ഇന്നത്തെ പകലിൽ എന്താ പറഞ്ഞേ? വെള്ളാപ്പള്ളി നടേശൻ പറയാ 98 സീറ്റ് UDF കിട്ടിയാൽ ഞാൻ ഈ സ്ഥാനം രാജിവെക്കുമെന്ന്. നേരെ മറിച്ച് UDF ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ സതീശൻ വനവാസത്തിന് പോകുമോ എന്ന വെല്ലുവിളി. സതീശന്റെ കറതീർന്ന മറുപടി എന്തായിരുന്നു അത്? 98 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയാലും വെള്ളാപ്പള്ളി നടേശൻ ആ സ്ഥാനത്ത് തുടരണം. കാരണം അദ്ദേഹം അങ്ങനെ ജീവിതകാലം മുഴുവൻ ആ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്നതുകൊണ്ടും ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ VDS എന്നറിയപ്പെടുന്ന VD സതീശൻ വനവാസത്തിന് പോകാൻ തയ്യാറാണെന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സതീശൻ നെഞ്ചുവിരിച്ചു പറയുമ്പോൾ, ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പും സതീശൻ പറയുന്ന ചില വാക്കുകളുണ്ട്. ജയിച്ചാൽ ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ബലം, തോറ്റാലോ അതെന്റെ ഉത്തരവാദിത്വം, ഞാൻ ഏറ്റെടുക്കും ആ ഉത്തരവാദിത്വം എന്ന് സതീശൻ പറയുന്ന അതേ ചങ്കുറപ്പോടെയാണ് സതീശൻ പറയുന്നത്, UDF അധികാരത്തിലെത്തിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് വനവാസത്തിന് പോകുമെന്ന്. ഇന്നത്തെ കാലത്ത് വളരെ കൃത്യമായി മാധ്യമങ്ങൾ വർഷങ്ങൾക്ക് മുമ്പുള്ളതൊക്കെ ഇങ്ങനെ ബാക്ക്ലോഗിൽ നിന്ന് എടുത്തിങ്ങനെ അവരുടെ ഒരു വലിയ ശേഖരങ്ങളിലൊക്കെ വെക്കുന്ന, നമുക്കറിയാം 10 or 15 എത്ര വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സ്റ്റേറ്റ്മെന്റുകൾ പോലും വളരെ പെട്ടെന്ന് എടുത്തുകൊണ്ട് വരുന്ന മാധ്യമങ്ങളാണ് ഇന്നുള്ളത് മുഴുവനും. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളാണെങ്കിലും ഒക്കെ മാസങ്ങൾക്കകം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിങ്ങനെ കൂടി വരുന്ന സമയത്ത് ഒരു മുന്നണിയുടെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഇരുന്നിട്ട് പറയാ, ഒരു UDF ചെയർമാൻ ഇങ്ങനെ ഇരുന്നിട്ട് പറയാ, ഞാൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് വനവാസത്തിന് പോകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് സതീശൻ എന്തോ കാലേ കൂട്ടിക്കണ്ടിരിക്കുന്നു. സതീശൻ എന്തോ കാലേ കൂട്ടിക്കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിരവധി ഈ പാലോട് രവിയുടെ ഫോൺ കോൾ ഒക്കെയായി ലീക്കായതുമായി ബന്ധപ്പെട്ട് അവരുടെ ആത്മവിശ്വാസം, ഒരു DCC പ്രസിഡന്റിന്റെ ആത്മവിശ്വാസം വരെ തകർന്നിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഇന്നും വന്നിട്ടുണ്ട് ഒരു മുഖ്യ നേതാവിന്റെ ഫോൺ കോൾ സംഭാഷണമൊക്കെ, ഒരു DCC സെക്രട്ടറിയുടെയൊക്കെ. അങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് എങ്കിലും, ഗ്രൂപ്പുകളിലൊക്കെ മുക്തമാണ് ഇങ്ങനെ കോൺഗ്രസ് എങ്കിലും, ഒരു കാര്യം ഉറപ്പാണ്, സതീശൻ വലിയ രീതിയിൽ കരുത്താർജിച്ചിരിക്കുന്നു. സ്റ്റേറ്റ്മെന്റുകളിലൊക്കെ ഇങ്ങനെ അരക്കിട്ടുറപ്പിച്ച് പറയാൻ സതീശൻ വല്ലാതെ മുൻകൂട്ടി ഇങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തു തന്നെ ആയാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിഭീകരമായ അതിഭയങ്കരമായ ഒരു പോരാട്ടം തന്നെയാകുമെന്ന് നമുക്ക് കണ്ടറിയാം.